എല്ലാ കൂട്ടുകാർക്കും മനു അന്മയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഒന്നാന്തരം നാടൻ ഒഴിച്ചു കറിയായിട്ടാണ്. പപ്പായയും മുരിങ്ങക്കായും കുമ്പളങ്ങയൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ല നാടൻ ഒഴിച്ചു കറി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കണത് നമുക്ക് നോക്കാം. അതിന് മുൻപായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കണത് നമുക്ക് നോക്കിയാലോ. കറി തയ്യാറാക്കാൻ 2 മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിലെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പപ്പായ തൊലിയൊക്കെ ചെത്തി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ വേണ്ടത് കുമ്പളങ്ങയാണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ 2 തവണ കഴുകിയെടുക്കണം. അപ്പോൾ 2 തവണ കഴുകിയെടുത്തതാണിത്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഈ നേരാക്കി വെച്ച കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേവുന്ന സമയത്ത് 2 പച്ചമുളക് നെടുകെ കീറിയതും ചെറിയൊരു സവാള, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 കപ്പ് അളവിൽ ചെറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. 2-3 തവണ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു വിസിലിന് നമുക്കിത് വാങ്ങാം. ഒരൊറ്റ വിസിലിന് വേവിച്ചെടുക്കാം. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ അളവിൽ സ്വല്പം ഉപ്പ് കൂടെ ചേർക്കാം. പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ അരപ്പ് കൂടെ നമുക്ക് തയ്യാർ ചെയ്തെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം, 1/4 ടീസ്പൂൺ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവേ. അപ്പോൾ എന്തായാലും നല്ല രീതിയിലൊന്ന് അരച്ച് കൂടെ എടുത്തിട്ടുണ്ട്. കുക്കറിൽ വിസിലൊക്കെ വന്നു കഴിഞ്ഞു. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് കൂടെ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ആ ഒരു സമയം നമുക്കൊന്ന് കടുക് വറുത്തേക്കാം. വേറൊരു പാനിനകത്തോട്ട് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് താളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയെന്ന് കാണുമ്പോൾ നമുക്ക് കടുക് വറുത്ത് കൊട്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ആകുമ്പോൾ നമുക്ക് കടുവറുത്ത് പാരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള തനി നാടൻ കറി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിനും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം റെസിപ്പിയാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് തയ്യാർ ചെയ്തെടുക്കാം. പിന്നെ ചെറുപരിപ്പൊക്കെ ചേർത്തുന്നത് കൊണ്ട് തന്നെ ഇത് ഇരിക്കെ നന്നായിട്ടൊന്ന് കുറുകി കൂടെ വരും. അപ്പോൾ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.